ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മലയാളി ഫ്രം ഇന്ത്യ അതുപോലെ തന്നെ ഇന്നലെ റിലീസ് ചെയ്ത നടികർ തിലകം ഈ രണ്ട് സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒപ്പം ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം. അങ്ങനെ 4-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു മലയാളി ഫ്രം ഇന്ത്യ. ശനിയാഴ്ചയാണ്. ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇന്നത്തെ ദിവസം ഉറ്റുനോക്കുന്നത്. ആദ്യ 3 ദിവസങ്ങളിൽ സിനിമയ്ക്ക് മികച്ച കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. വലിയ ബഡ്ജറ്റാണ്. ഓരോ ദിവസങ്ങളിലും കളക്ഷൻ ഇടിയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആദ്യ ദിനം 2,14,00,000 രൂപയായിരുന്നു ഗ്രോസ് വന്നിരുന്നത്. ട്രാക്കേഴ്സ് മുഖാന്തരമാണ് പറയുന്നതെല്ലാം. 2-ാം ദിവസം 1,09,00,000 രൂപയായിരുന്നു ട്രാക്കേഴ്സ് പുറത്തുവിട്ടത്. 3-ാം ദിനം 66 ലക്ഷത്തിനടുത്തേക്ക് വന്നു എന്നുള്ളതാണ്. 4-ാം ദിവസമായ ശനിയാഴ്ച അല്ലെങ്കിൽ 5-ാം ദിവസമായ ഞായറാഴ്ച, ഈ 2 ദിവസം ഏറെ പ്രതീക്ഷയാണ് എല്ലാ സിനിമകളെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായും സിനിമയുടെ വിലയിരുത്തൽ അല്ലെങ്കിൽ സിനിമയെ വിലയിരുത്തുന്ന ഒരു ദിവസം എന്ന് തന്നെ പറയാം. ഈ ദിവസങ്ങളിലെല്ലാം അവധി ആയതുകൊണ്ട് തന്നെ ആളുകൾ കാണാൻ വേറെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് സ്വാഭാവികമായും കളക്ഷൻ കൂടേണ്ടതാണ്. ഇന്ന് 400 ഷോകളോളം ചാർട്ട് ചെയ്യപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന 26% ഓക്യുപ്പൻസി ഇന്നലത്തെ പോലെ തന്നെയാണ്. അതുപോലെ തന്നെ ഹൗസ്ഫുൾ ഷോസ് ഒന്നും തന്നെ ഇവിടെ കാണിക്കുന്നില്ല. 43 ലക്ഷത്തിന് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ വന്നിരിക്കുന്നത്. ഇന്നും 65 ലക്ഷം രൂപയ്ക്ക് മുകളിലുണ്ടാകും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അതായത് ഏകദേശം 95 ലക്ഷം രൂപ, 1 കോടിക്ക് അടുത്ത് സിനിമയ്ക്ക് ഇന്നും കളക്ഷൻ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിവിൻ പോളിയുടെ സമീപകാലത്തുണ്ടായിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച രീതിയിൽ കളക്ഷൻ നേടുന്ന ഒരു സിനിമയായി മാറുന്നു ഈ സിനിമ. എന്നിരുന്നാലും ഇതിന് ഒരു ആവറേജ്, ബിലോ ആവറേജ് എന്നുള്ള പേരിലേക്ക് തന്നെയാണ് പോകുന്നത്. കളക്ഷനും അത് തന്നെയാണ് കാണിക്കുന്നത്. ഇനി നടികർ തിലകം ഇന്നലെ റിലീസ് ചെയ്തു. ഇന്നലെ തന്നെ സിനിമയ്ക്ക് അത്ര മികച്ച ഒരു ഡീറ്റെയിൽസ് അല്ല അല്ലെങ്കിൽ റിവ്യൂ അല്ല ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ 704 ഷോകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത് 1,12 ലക്ഷം രൂപയോളം മാത്രമാണ് ട്രാക്കേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അതായത് 1.5 കോടിക്ക് അടുത്ത് സിനിമയ്ക്ക് ഇന്നലെ വന്നിട്ടുണ്ടാകാം എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കാം. ഇന്ന് സിനിമയ്ക്ക് വലിയ അല്ലെങ്കിൽ കനത്ത ഇടിവ് തന്നെയാണ്. 60% താഴെയുള്ള ഇടിവാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. 513 ഷോകൾ ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 16% മാത്രമാണ് ഓക്യുപ്പൻസി. ഇന്നലെ 35% ഉള്ളിടത്ത് ഇന്ന് 16%ലേക്ക് കുറയുകയും, പക്ഷേ 2 ഹൗസ്ഫുൾ ഷോസ് ട്രാക്കേഴ്സ് പറയുന്നു. അതുപോലെ തന്നെ 36 ലക്ഷത്തിന് മുകളിലാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്നത്. ഫൈനലായിട്ട് ഗ്രോസ് വരാൻ ചാൻസ് 56 ലക്ഷത്തിന് മുകളിലായിരിക്കും. അതായത് 75-80 ലക്ഷം രൂപ ഇന്ന് നേടും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ സിനിമയെ സംബന്ധിച്ചിടത്തോളം 2-ാം ദിവസം വലിയ ഒരു ഇടിവ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നാളെ ഞായറാഴ്ച പ്രതീക്ഷിക്കത് ഉയരുമോ എന്ന് നമുക്ക് നോക്കാം. എന്നാൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഗ്രേറ്റ് മീഡിയാസ്.